രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന കഥകളൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിഞ്ഞു കാണും. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞു കാണും. ശാന്തിവിള ദിനേശൻ പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. രേണുസുതി ദുബായിൽ പോയി ബാറിൽ ഡാൻസ് കളിച്ചിട്ടുള്ളതും ഉടുതുണിയില്ലാതെ കള്ളു കുടിച്ച് ലെക്ക് കെട്ട് തുണിയില്ലാതെ ഡാൻസ് കളിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ പുള്ളി കാണാനിടയുണ്ടായി. പലരും പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുള്ളതും പുള്ളിക്ക് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പം പുറത്തോട്ട് വന്നേക്കുന്നത്. ശാന്തിവിള ദിനേശൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പം റീസെൻ്റായിട്ട് 1-2 പുതിയ സിനിമകളിലൊക്കെ പുള്ളി അഭിനയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നൊക്കെ ഉള്ള ഈ നടന്മാരെയും നടിമാരെയും ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ ഗോസിപ്പുകളൊക്കെ അരച്ച് കലക്കി കുടിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു പുള്ളിയാണ് ഈ ശാന്തിവിള ദിനേശൻ. അപ്പം ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെയാണ് പുള്ളിക്ക് പറയാനും താല്പര്യം തോന്നുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമാ സീരിയൽ മേഖലകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പഴയ പടങ്ങളിൽ പഴയ സിനിമ ഇൻഡസ്ട്രിയിൽ പണ്ട് തൊട്ടേ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പം ഈ മേഖലകളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ എല്ലാ കള്ളത്തരവും പുള്ളിക്ക് അറിയാതിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസിനകത്തൊക്കെ പലരെ പറ്റിയിട്ട് പുള്ളി സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് ഇപ്പം ശാന്തിവിള ദിനേശൻ പുറത്തു വിട്ടേക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ രേണുസുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൊല്ലം സുധിയുടെ മരണം വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കൊല്ലം സുധി മരിച്ചത് ഒരു ക്രെഡിറ്റാക്കി കൊണ്ടുകിടന്ന് ആ കൊല്ലം സുധിയുടെ മരണം ഒരു ഈ പറഞ്ഞിട്ടുള്ള റീച്ചാക്കി ആ മരണം വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ റീസെൻ്റായിട്ട് ഇപ്പം കാറ് മേടിച്ചു, വില കൂടിയ ഇപ്പം നമ്മളിപ്പം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വില കൂടിയ ഡ്രസ്സുകൾ മേടിക്കുന്നു, വില കൂടിയ മേക്കപ്പ് സാമഗ്രികളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നു, മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിയുടെ കോസ്റ്റ്യൂം അതിൻ്റെ ഇപ്പം ഏകദേശം അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള കോസ്റ്റ്യൂംസുകളൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പം ഉപയോഗിക്കുന്നത് തന്നെ. അതുമാത്രമല്ല റീസെൻ്റായിട്ട് കാറൊക്കെ മേടിച്ചല്ലോ. അപ്പം നമ്മൾ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊല്ലം സുധി വാടക വീട്ടിലാണ് കിടക്കുന്നത്. കൊല്ലം സുധി എന്നുള്ള കലാകാരൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ ഈ രേണുസുതി ഉൾപ്പെടെ കടങ്ങൾ മേടിച്ചിട്ടുള്ളതും അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ഇവർ ഇത്രയും പൈസ സമ്പാദിച്ചിട്ടുള്ളത്? ഒരു കൊല്ലം കൊണ്ട് ഈ അത്യാവശ്യം ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾ, ഇത്രയും കടങ്ങളുള്ള ആൾ, കടങ്ങൾ തീർക്കാറ് ഇത്രയും പൈസകൾ ഉണ്ടാക്കി ഇത്രയും ആർഭാടങ്ങൾ കാണിച്ച് നടക്കുന്ന എങ്ങനെയാണെന്നൊരു ചോദ്യം എല്ലാ ആളുകൾക്കും തോന്നും അല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി ഒരു കുടുംബത്തിലൊരു വ്യക്തി മരിച്ചെന്ന് വിചാരിച്ചിട്ട് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ആളുകൾ പൈസകളൊക്കെ കടമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കടങ്ങൾ അവിടെ ഇത് തീരാൻ പോകുന്നില്ല അല്ലേ? ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബമാണ് ആ കടബാധ്യതകളൊക്കെ തീർക്കേണ്ട ഉത്തരവാദിത്തം. അല്ലാതെ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് ഇരിക്കട്ടെ, ആ വ്യക്തി മരിച്ചതിന് ശേഷം ആ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ആൾ വേണ്ടെന്ന് പറഞ്ഞ് പോവും? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം ഈ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാടക വീട്ടിൽ കടന്ന് ഒരു ദിവസത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് കരഞ്ഞു മെഴുകി പറഞ്ഞിട്ടുള്ള കൊല്ലം സുധിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കൊല്ലം കൊണ്ട് ഇവർ ഈ കടങ്ങളൊന്നും തീർക്കാതെ ഇത്രയും സമ്പാദ്യം ഇവർക്ക് ഉണ്ടാവണമെങ്കിൽ കാറെടുക്കുന്നു, ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ആഡംബരമായിട്ടുള്ള ജീവിതങ്ങൾ നയിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പം ഈ ശാന്തിവിള ദിനേശൻ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലാതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സത്യം കാണും. കൂടെ ഇപ്പോൾ ദുബായിലോട്ട് പോകുന്നുണ്ട്. അവിടെ എന്താണെന്നറിയത്തില്ല, പോയി ഡാൻസ് ബാറിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്നുണ്ട്, കള്ള് കുടിച്ച് ആസ്വദിച്ച്. ഇനി ഞാനിവിടെ ശാന്തിവിള ദിനേശൻ പറഞ്ഞേക്കുന്ന ആ ഒരു ശാന്തിവിള ദിനേശൻ പറഞ്ഞേക്കുന്ന രേണുസുതിയെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ശാന്തിവിള ദിനേശൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി ദുബായിലേക്ക് പോയി അവിടെ പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബാറിലും അവിടെ ഇവിടെയൊക്കെ കള്ള് കുടിച്ച് കൂത്താടി എല്ലാം കള്ള് കുടിച്ച് ലെക്ക് കെട്ട് കഴിയുമ്പോൾ ഉടുതുണിയൊക്കെ പറിച്ച് കളഞ്ഞ് ആ ഡാൻസ് കളിക്കുന്നൊരു ഇതൊക്കെയാണ് ഈ ശാന്തിവിള ദിനേശൻ അറിഞ്ഞേക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഉടുതുണിയില്ലാത്ത മറുതുണിയില്ലാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ പുള്ളിക്ക് ആരോ കാണിച്ചെന്ന് പറഞ്ഞെന്നും അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കേ. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി
സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാരശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ച് പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പോൾ നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റിക്കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ്. ഓക്കെ, കേട്ടല്ലോ. ഇതാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശാന്തിവിള ദിനേശൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യാങ്കറിങ്ങൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ളൊരു സെലിബ്രിറ്റി, അത്യാവശ്യം അറിയാവുന്ന ഒരു ആങ്കറിങ് ആരാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല, നമ്മളിനി പേരെടുത്ത് പറയുന്നില്ല, അവരെയും കൂടെ ഇതിലോട്ട് കൊണ്ടിടുന്നില്ല. അപ്പം അവർ ദുബായിലേക്ക് പോയി പറഞ്ഞുള്ള ഡാൻസ് കളിച്ച്, ഡാൻസ് ബാറിലൊക്കെ പോയി പ്രൊമോഷനും ഇനാഗുറേഷനും അതിനൊക്കെ പോയി ഡാൻസ് കളിച്ച് കൂത്താടി. അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേക്ക്, ഡാൻസ് കളിച്ച് ലെക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, കള്ള കുടിച്ച് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടുതുണിയൊക്കെ പറിച്ച് അയ്യത്ത് കളഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് കോബ്ര ഡാൻസൊക്കെ കളിയാണ് ജോലി എന്നാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവരെ ഫോട്ടോസും വീഡിയോസൊക്കെ അത് പലരും എടുത്ത് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ അവസാനം ആ അവതാരകയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അവസാനം അവർ വീട്ടിലിരിപ്പായി. എല്ലാം കഴിഞ്ഞപ്പം പിന്നെ അവരെ ആർക്കും വേണ്ടാതായി. കാരണം തുണിയെ കുറിച്ച് പറിച്ച് അഴിച്ച് ഡാൻസൊക്കെ കളിച്ച് കണ്ട് ആൾക്കാർ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ആൾക്കാർക്ക് വേണ്ടാതായി. അങ്ങനെ അവരെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ പിടിച്ചിരുത്തി. പിന്നെ അവരൊരു പരിപാടിക്ക് ഒന്നിനും പിന്നെ വിളിയില്ല.
അപ്പം പിന്നെ അടുത്തത് പിന്നെ രേണുസുതിയാണ്. അവരെ ഒരു വർഷം കഴിഞ്ഞ് അവരൊരു യുഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത രേണുസുതിയുടെ കാലഘട്ടമായി. അപ്പം അടുത്തത് രേണുസുതിയാണ് അടുത്ത ഈ പറഞ്ഞിട്ടുള്ള ദുബായിലേക്ക് പോയി ബാറിൽ ഡാൻസ് കളിച്ച് ഈ പറഞ്ഞിട്ടുള്ള അതുപോലെ ഏകദേശം അതുപോലെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പം തുണി ഉരിഞ്ഞ് എല്ലാം തലയ്ക്ക് ലെക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കള്ളൊക്കെ കുടിച്ചിട്ട് ലെക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തുണിയൊക്കെ ഉരിഞ്ഞ് ഡാൻസ് കളിയാണ് ജോലി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഈ ശാന്തിവിള ദിനേശന് ആരോ അയച്ചു കൊടുക്കാമെന്നും അത് കാണിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകളാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞേക്കുന്നത്. ആ ഫോട്ടോസും വീഡിയോസും കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞേക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുവാണ്. അപ്പം ഈ രേണുസുതിയെ പറ്റി പറയുവാണെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ രേണുസുതി ഈ ഒരു നെഗറ്റീവ് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനാണ് മാക്സിമം നോക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുക, പൈസ ഉണ്ടാക്കുക എന്നല്ല മെയിനായിട്ട്. എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുക. അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പൈസയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ കൊല്ലം സുധിയെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൊല്ലം സുധിയെ വിറ്റ് ജീവിക്കുന്ന ഒരു 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 ഭാര്യ തന്നെയാണ് ഈ ഒരു ഭർത്താവിൻ്റെ മരണത്തെ വിറ്റ് ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭാര്യ തന്നെയാണ് ഈ രേണുസുതി. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവർക്ക് ജീവിക്കാനാണെങ്കിൽ മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ എത്ര അവസരങ്ങൾ ഇവർക്ക് കിട്ടിയതാണ്, എത്ര അവസരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ ആ ഒരു കലാകാരൻ്റെ ആ ഒരു പേര് കൂടെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാതെ തന്നെ നല്ല മാന്യമായിട്ട് എത്ര ആളുകൾ ഇവർക്ക് ജോലി ഓഫർ ചെയ്ത് കൊടുത്തതെന്നറിയാമോ? അതുമാത്രമല്ല, ഇവർക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ വരെ ഉണ്ട്. അതിനകത്ത് വീഡിയോ ഇട്ട് അതിലുള്ള ഏണിങ്സ് കൊണ്ട് ഇവർക്ക് ജീവിക്കാനേ ഉള്ളൂ അല്ലേ? എത്ര ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും അതിനൊന്നും മെനക്കെടാതെ ഇവർ ഈ പറഞ്ഞിട്ടുള്ള പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഇറങ്ങിത്തിരിഞ്ഞ് നടക്കുവാണ്. കൊല്ലം സുധിയുടെ ഒരു പേരും വെച്ചുകൊണ്ട് ഞാൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർപ്പിക്കാനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഈ പറഞ്ഞിട്ടുള്ള മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, സുധിച്ചേട്ടൻ എൻ്റെ മാനയാണ്, ചക്കയാണ്, മാന മറ്റേതാണ് മറിച്ചാണ്, ഈ സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നൊന്ന് അഭിനയിച്ച് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കണ്ടതേ ഉള്ളൂ അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് രേണുസുതിയുടെ ഇപ്പോഴത്തെ പോക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉറപ്പായിട്ടും വീട്ടിലിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പം തന്നെ ഒരുപാട് വെളിപ്പെടുത്തലുകളൊക്കെയാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള രേണുസുതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കയ്യിലൊക്കെ പല ആളുകളുടെ കയ്യിലും ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞെട്ടിക്കുന്ന ഫോട്ടോസും വീഡിയോസും. ഓക്കെ, ഇനി ഇതിനൊക്കെ ശേഷം ഈ രേണുസുതി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ശാന്തിവിള ദിനേശനെ വായി വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട്. അതും കൂടെ ഞാൻ അവിടെ നിന്ന് വെച്ചുതരാം, അത് നിങ്ങൾ കണ്ടോ? ഓക്കെ, രേണുസുതിയാണ്, എയർ തന്നെയാണ് എപ്പോഴും. എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറേ ആയാലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിൽ നിന്ന് വിളിക്കാൻ, എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ എന്നെ തൈക്കളവിൽ നിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്, ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ശാന്തിവിള ദിനേശന് രേണുസുതി കൊടുത്ത മറുപടി. എന്തായാലും ഇവരെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം കൊല്ലം സുധി എന്നൊരു കലാകാരൻ, ആ ഒരു കലാകാരൻ്റെ കുടുംബമൊക്കെ കൊല്ലത്താണ്. ഇവർ ഈ പറഞ്ഞിട്ടുള്ള കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ കുടുംബവുമായിട്ടൊന്നും രേണുസുതിക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. 1-2 വട്ടം കൊണ്ടേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഒന്നീ പറഞ്ഞിട്ടുള്ള കൊല്ലം സുധി മരിച്ചതിന് ശേഷവും മരിക്കുന്നതിൻ്റെ അന്നും പിന്നെ അതിന് ശേഷം ഒരു വട്ടം, ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മീഡിയാസിലൂടെ കണ്ടതാണ്. അപ്പോൾ അല്ലാതെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇവർ സ്വന്തമായിട്ടുള്ള ഇവരൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ നിലയ്ക്ക് നിർത്താനോ ഇവരെ മാതാപിതാക്കൾ, ഈ രേണുസുതിയുടെ അച്ഛനും അമ്മയും പോലും മുതിരുന്നില്ലെന്നാണ് അതിനകത്ത് വേറൊരു വാസ്തവം. പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ പൈസ മതി. ഇവർ ഈ പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇനാഗ്രേഷനും പോയി അവിടെ എവിടെയും പോയി കിട്ടുന്ന അത്യാവശ്യം നല്ല എമൗണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ അതിൽ പകുതിയും കൊണ്ട് അച്ഛനും കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്, വീട്ടിലും കൊടുക്കുന്നുണ്ട്, അവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരെ വെക്കിട്ട് ആരും കയറാനും പോത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരനെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേണുസുധിനെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.